സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ പി രാജീവ്, ഇവിടെ ഇപ്പോൾ ഗാന്ധിവധം വരേക്കും ഈ ചർച്ച പോവുകയുണ്ടായി. നമുക്ക് വീണ്ടും ഇന്നത്തെ സംഭവത്തിലേക്ക് തന്നെ വരാം. അവിടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന്. പരമാവധി സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ ഒരു മുൻകരുതലിൻ്റെ അഭാവം ഉണ്ടായോ? ഒന്ന്, മാധ്യമപ്രവർത്തകരെ മറ്റ് പാർട്ടി ആസ്ഥാനങ്ങളിൽ പരിശോധിച്ച് തന്നെയാണ് കടത്തിവിടുക. അങ്ങനെ ഒരു പതിവില്ല AKG ഭവനിൽ. അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണോ? രണ്ട്, ഈ യെച്ചൂരിയോട് തന്നെ സുരക്ഷയ്ക്കായുള്ള പോലീസ് ഉണ്ടാവണം എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സ്വയമേവ വേണ്ട എന്ന് വെച്ചതാണ് എന്നും. ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങൾ പക്ഷേ ഉറച്ചു വിശ്വസിക്കുന്നത് നിയമ സംവിധാനത്തിലാണ്. ആ തലം മനസ്സിലാകും. പക്ഷേ അപ്പോൾ പോലും ഇത്തരം അക്രമികൾക്ക് അവരുടെ കാര്യസാധ്യം നടത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു എളുപ്പ വഴിയിലേക്ക് നിങ്ങളുടെ ഒരു ജാഗ്രത കുറവ് നയിച്ചിട്ടുണ്ടോ? അല്ല, അതല്ലല്ലോ പ്രശ്നം. വേണു ഇവിടെ ഇപ്പോൾ പല ചരിത്രവും അതുപോലെ തന്നെ അതിലളിതവൽക്കരണമൊക്കെ നടക്കുകയുണ്ടായല്ലോ. മറ്റ് ചർച്ചയിലെ മറ്റ് പാനലിസ്റ്റുകളെ കുറിച്ച് എനിക്കറിയില്ലെങ്കിലും വേണു വായിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്ന ഒരു പുസ്തകമാണ് രാജീവ് സർദേശായി എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ എങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുമായി നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്ന അദ്ദേഹം തെറ്റുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗുജറാത്ത് വംശഹത്യ നടക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിന് ശേഷമാണ് അദ്ദേഹം റിപ്പോർട്ടിങ്ങിന് വേണ്ടി പുറത്തേക്ക് വരുന്നത്. ആദ്യം തന്നെ വാഹനം തടഞ്ഞു നിർത്തിയ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പറയുകയുണ്ടായി. പിന്നീട് അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യമായതിനു ശേഷമാണ് രാജീവ് സർദേശായി എന്ന വളരെ പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഒരു മോഡി വിമർശകനായി മാറിയതെന്ന അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ പറയുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു രീതിശാസ്ത്രമുള്ള സംഘടനയാണ് RSS. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ 2-3 കാര്യങ്ങൾ, പ്രസക്തമായ കാര്യങ്ങൾ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ഇവിടെയും ഈ സംഭവത്തിലും പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ജൂൺ മാസത്തിൽ 5-ാം തീയതി തന്നെ ഇൻ്റലിജൻസ് വിഭാഗം, കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് ഉണ്ടാവുകയുണ്ടായി. 2-ാം തീയതി കേരള റെസിഡൻസ് കമ്മീഷണർ രേഖാമൂലം തന്നെ പോലീസ് സ്റ്റേഷനും ഡൽഹി പോലീസ് ചീഫിനും ഇത്തരം ആക്രമണ സാധ്യത ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് രേഖാമൂലം തന്നെ പരാതിയായി നൽകുകയുണ്ടായി. എന്നാൽ അതിനനുസൃതമായ പോലീസ് സംവിധാനങ്ങൾ കേരള ഹൗസിലായാലും AKG ഭവനിലായാലും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ BJP നേതൃത്വവും കേന്ദ്ര സർക്കാരും കൂടി അറിഞ്ഞുകൊണ്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നേരത്തെ ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ മാതൃഭൂമിയിൽ തന്നെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിൽ എത്ര ക്രൂദ്ധനായിക്കൊണ്ടാണ് BJPയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ അമിത്ഷാ ചോദിച്ചത്, കൊല്ലപ്പെടുന്നത് ആരും ആയിക്കോട്ടെ, ഇവിടെ CM ശ്രീ പിണറായി വിജയനാണ്, അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാകൂ, അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വമെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആ അഭിമുഖത്തിൽ ശ്രീ അമിത്ഷാ പറയുകയുണ്ടായത്. അപ്പോൾ ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ഡൽഹി കേന്ദ്രത്തിൽ അദ്ദേഹം നയിക്കുന്ന പാർലമെന്റിനകത്തെ ഒരു മെമ്പർക്ക്, അതും പ്രധാനപ്പെട്ട ഒരു മുന്നണി സംവിധാനത്തിന്റെ മേധാവിന്, രാജ്യസഭയ്ക്കകത്ത് 1-ാം നിരയിലിരിക്കുന്ന നേതാവിന് പോലും സ്വസ്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതായി വരുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ശ്രീ നരേന്ദ്രമോദിക്കാണ്, BJPക്കാണ്. ഇത് RSS ആസൂത്രണം ചെയ്തിട്ടുള്ള കേരളത്തെ ലക്ഷ്യമാക്കിയ ഒരു തന്ത്രത്തിന്റെ പ്രയോഗം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ JR പത്മകുമാർ, ഇത് മാർക്സിസ്റ്റ് പാർട്ടി നടപ്പാക്കിയ ഒരു നാടകം ഇന്ന് കേരളത്തിൽ കണ്ടല്ലോ. ഇതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു മുൻ MLAയും പാർട്ടിയുടെ സെക്രട്ടറി ഉൾപ്പെടെ, ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വിഷ്വൽ ഈ ചാനൽ ചർച്ചയിൽ ഞാൻ വിഷ്വലിൽ കണ്ട് നടത്തിയ പ്രകടനങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊരു ആസൂത്രിതമായൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഭരണാധികാരി എന്നുള്ളതിൽ ധാർമ്മികത ഏറ്റെടുക്കാൻ കാര്യമെങ്കിൽ ഞങ്ങൾ പറയുന്നു ആ പറഞ്ഞത് ശരിയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് മേൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം. പക്ഷേ നിങ്ങൾ അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ഇവിടെ പിണറായി വിജയന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞതിന് പ്രധാന കാരണം അദ്ദേഹം മുൻകൈയെടുത്ത് ഈ സംസ്ഥാനത്ത് സമാധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടതിന് ശേഷം മക്ഷി ഉണങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അക്രമം ഉണ്ടായപ്പോൾ ആണ് എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്, അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നെങ്കിൽ ആ ധാരണയിലേക്ക് വരരുതെന്ന്. ആ ഉത്തരവാദിത്തമാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്.
പിണറായി വിജയൻ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ആ ഒരു അതിനുശേഷം ഇത്രയും പ്രകോപനം ഉണ്ടായാലും ഹിമാലയ തുല്യമായ ഒരു ആത്മസമയമാണ് ബോധപൂർവ്വമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പാർട്ടിക്ക് ഇന്ന് ദേശീയ തലത്തിൽ ഈ വിഘടനവാദികൾക്ക് അനുകൂലമായി എടുക്കുന്ന ഒരു സമീപനം, ഇന്ത്യ വിരുദ്ധമായി എടുക്കുന്ന നിലപാട്, സൈന്യത്തിനെതിരെ എടുക്കുന്ന നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി ഇത് പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നവോത്ഥാനത്തിന്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ ശക്തനായ വക്താവായി ഞാൻ മാറുകയും ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയോട് പരിപൂർണമായ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ വീർ എന്ന് ചേർത്ത് പറയുന്ന സവർക്കറുടെ വാചകങ്ങളാണിത്. എന്താണ് നിങ്ങൾ അദ്ദേഹം എഴുതി കൊടുത്തു എന്ന് പറയണല്ലോ? അദ്ദേഹം അല്ലല്ല ഒരു പ്രാവശ്യമല്ല പറയല്ലോ വേണു, ഒരു പ്രാവശ്യമല്ല 6 പ്രാവശ്യം അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തു. കാര്യം എന്താ? അദ്ദേഹത്തിന്റെ ദൗത്യം ഈ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോലീസിന്റെ ഈ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ആ ജയിലിൽ കിടന്ന് ജീവിതം അവസാനിപ്പിക്കുകയല്ല. അദ്ദേഹത്തിന്റെ ഇറങ്ങി ഈ മാപ്പ് എഴുതിക്കൊടുത്ത് ഇറങ്ങിയതിനു ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക. പുറത്തിറങ്ങി വന്നു, അവർ പറഞ്ഞ അത്രയും കാലം അടങ്ങി ഒതുങ്ങി ജീവിച്ചു. അങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല ഇപ്പൊ തെളിഞ്ഞിട്ടുമുണ്ട്. വീർ സവർക്കർ എന്ന് പറഞ്ഞ് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പിന്നിൽ അദ്ദേഹം തന്നെയാണെന്ന് പി എം മനോജ് ഇവിടെ BJP-യുടെ ഇപ്പൊ ഇത്തരം പഴയ ചരിത്രങ്ങളിലേക്ക് പോയി സമയം കളയേണ്ട. BJP-യുടെ ഒരു അവകാശവാദം ഈ സംഭവത്തിന് ശേഷം അവർ പറയുന്നത്, ഇവിടെ BJP-യുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇരുന്ന അവരുടെ പാർട്ടി കേന്ദ്രത്തിലേക്ക് ബോംബെറിഞ്ഞിട്ട് ആളുകൾ പോയി, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അത്ര വലിയ ജാഗ്രത കുറവ് ഇവിടെ ഉണ്ടാകുന്നു. അതേസമയം പിണറായി വിജയന്റെ തലകൊയ്യുമെന്ന് ഒരു ഉത്തരവാദപ്പെട്ട നേതാവ് പറഞ്ഞു, അയാളെ പിടിച്ചകത്തിട്ടു എന്ന്. അപ്പോൾ എവിടെയാണ് കാര്യക്ഷമമായി പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് കാട്ടുന്നത് എന്നാണ് കുമ്മനമടക്കമുള്ളവർ ചോദിക്കുന്നത്. ശ്രീ മനോജ് മറുപടി. അല്ല, BJP-യുടെ ന്യായം ഇപ്പോ പത്മകുമാർ പറഞ്ഞു തന്നെയാണ്. എന്താണ്? സവർക്കർ 6 തവണ മാപ്പെഴുതി പോയി. എന്തിന്? ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് പടപൊരുതാൻ. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ ജയിക്കാൻ ഏത് കള്ളവും പറഞ്ഞിട്ട് പത്മകുമാറും പോകും. എന്തിനാണ്? RSS-ന് ഈ ചർച്ചയിൽ ജയിച്ചു എന്ന് സ്ഥാപിക്കാൻ. ഇത് ഇവരുടെ സ്ഥിര ന്യായമാണ്. ആ ന്യായമൊന്നും നോക്കിയിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് BJP ആസ്ഥാനത്ത് ബോംബെറിഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല. ആരും ഈ ബോംബെറിഞ്ഞിട്ട് ഒരു പരിക്കും ആർക്കും ഉണ്ടായിട്ടില്ല. ഏതോ ഒരു പടക്കം പൊട്ടി. ആ പടക്കം പൊട്ടിയത് അവര് തന്നെയാണ് എന്നാണ് BJP-ക്കാർ തന്നെ ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ ഞാൻ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിക്കാൻ എന്തെങ്കിലും തെളിവ് ഞാൻ കൊടുക്കുവോ? ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്തെറിഞ്ഞതോ? പത്മകുമാറിന് നന്നായിട്ട് ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്തെറിഞ്ഞതോ? അത് ഉമ്മൻചാണ്ടി എറിഞ്ഞതാണോ? അന്ന് നിങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്ലാസ്റ്റിക് കൊണ്ട് നെഞ്ചിൽ കൊണ്ടതാണ് സ്വന്തമായിട്ട് എറിഞ്ഞതെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ? അത് ഞാൻ പറഞ്ഞോളാം. കാര്യം പറയാം. അതല്ലല്ലോ ഇവിടെ ചർച്ച. ഇവിടെ ഈ ബ്രിട്ടീഷുകാരനോട് മാപ്പെഴുതി കൊടുത്ത സവർക്കർ 6 പ്രാവശ്യം മാപ്പെഴുതി കൊടുത്തത് ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കാനാണ് എന്ന് പറയുന്ന ഒരു ജാല്യമില്ലായ്മയുണ്ടല്ലോ. ദുഷ്ടലാക്ക് അത് നേടിയെടുക്കാനും എന്ത് കള്ളവും ഏത് തരത്തിലും ഏത് അപഹാസ്യമായും പറഞ്ഞ് ഫലിപ്പിക്കാൻ തയ്യാറാവുന്ന നിങ്ങളാണ് ഇവിടെ എക്സ്പോസ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പറയുന്നത് ഈ സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്ന് മാത്രമാണ്. നിങ്ങളിപ്പോ പറയുന്നത് 1 അല്ല 6 തവണ മാപ്പെഴുതി കൊടുത്തു എന്ന്. എന്തിനാണ്? ഇപ്പൊ വേണു ഇവിടെ വായിച്ചല്ലോ. ശ്രീ മനോജ് നന്ദി പ്രതികരിച്ചു. എനിക്ക് ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ സദാനന്ദൻ മാസ്റ്റർ ഇവിടെ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ തേടുന്ന ഒരു സാവകാശമുണ്ട്. ആരുടെയോ നിരപരാധിത്വം തെളിയിക്കാൻ തേടുന്ന സാവകാശം. പക്ഷേ അതിലൂടെ നാം നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യാവകാശത്തിൻ്റെ സാധ്യതകളാണ്, ജനാധിപത്യം എന്ന പ്രക്രിയയുടെ സാധ്യതയാണ്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ആദ്യത്തെ സംഭവമാണെങ്കിൽ ഇങ്ങനെ പറയാം. ഇവിടെ ഇവർ നേരത്തെ കേരള ഹൗസിലേക്ക് തള്ളിക്കയറി, AKG ഭവനിലേക്ക് നേരത്തെ അതിൻ്റെ മുന്നിൽ പ്രകടനമായി ചെന്നു.
പിന്നെ അതിൻ്റെ ബോർഡുകൾ നശിപ്പിച്ചു. അവിടെ പാകിസ്ഥാൻകാരാണ് എന്ന് പറഞ്ഞ് അത്തരം മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചു. ഇപ്പോൾ AKG ഭവൻ അകത്ത് കയറി. അപ്പോൾ ആരാണ് ഓരോ ഘട്ടത്തിലായി നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് നിയമത്തെ കയ്യിലെടുത്ത് ആത്യന്തികമായി വ്യക്തിഹത്യയിലേക്ക്, വ്യക്തികളെ ഇല്ലാതാക്കുന്നതിലേക്ക്, എന്തിന്? അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ. അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ട് ഇങ്ങോട്ട് ചെയ്തു അതിനുള്ള തിരിച്ചുള്ള പക വീട്ടൽ, അങ്ങനെയൊന്നുമല്ല. ഈ പകയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആശയത്തോടുള്ള പകയാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് തിരിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അവസാനിപ്പിക്കാം എന്ന ഹിംസാത്മകമായൊരു രാഷ്ട്രീയമാണ്. ഇതൊരു ക്രമസമാധാന പ്രശ്നമല്ല. ഇതൊരു നിയമപരിപാലന സംവിധാനത്തിലൂടെ തെളിയിക്കപ്പെടേണ്ട നിരപരാധിത്വമോ ക്രിമിനൽ കുറ്റവാസനയോ അല്ല. ഇത് ഒരു ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ, വ്യക്തികളെ ഇല്ലാതാക്കുക എന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് അതിന് സാവകാശം തേടരുത് സദാനന്ദൻ മാസ്റ്റർ. ശിവേണു, നമ്മുടെ ഈ ചർച്ചയിൽ സിംഹഭാഗവും യെച്ചൂരി AKG സെൻറ്റർ ആക്രമണം ഇതെല്ലാം വിട്ട് ഗാന്ധി വധത്തിലേക്കും സവർക്കറിലേക്കൊക്കെ പോയി ഇരിക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തികച്ചും അത് അപലപനീയമാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് ശരിയല്ലെന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അത് തന്നെയാണ് സീതാറാം യെച്ചൂരിക്ക് നിഷേധിക്കപ്പെട്ടത് എന്ന് CPIMൻ്റെ നേതാക്കന്മാർ തിരിച്ചറിയുന്നുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സദാനന്ദൻ മാസ്റ്ററും പവൻ കൗളും ഉപേന്ദ്രകുമാറും ഒരേ തൂവൽ പക്ഷികളായി. എന്നെ കുറ്റപ്പെടുത്തരുത്. 3 പേരും ഒരേ തൂവൽ. ഒരിക്കലുമല്ല. എങ്ങനെ പറയും? എങ്ങനെ വേണു? ഞാൻ ചോദിക്കട്ടെ, ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഉപയോഗിച്ച ഉപകരണമാണ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ കൗളും കുമാറും. അങ്ങയുടെ തന്നെ നാവാണ് അങ്ങേ വഞ്ചിക്കുന്നത്. യെച്ചൂരിയെ ആക്രമിച്ചതും AKG സെന്ററിൽ കടന്നു കയറിയതും RSSകാരാണ് എന്ന് സ്ഥാപിച്ച് അടങ്ങൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധം. അങ്ങനെയല്ല. നിങ്ങൾ എന്താണോ യെച്ചൂരിയോട് ബോധ്യപ്പെടുത്താൻ നോക്കിയത് അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ ബോധ്യം യെച്ചൂരിക്ക് ഉണ്ടാക്കാൻ ഒരു കൗളിനും കുമാറിനും കഴിഞ്ഞു. തെറ്റിദ്ധരിച്ചതാണ്. തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയെ നോക്കി CPIM മുർദാബാദ് എന്ന് വിളിച്ച 2 പേരോട് ഇത്രയധികം വികാരമുണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടുന്ന പ്രവർത്തകന്മാരെ നോക്കി കൊലയാളികളാണ്, അതാണ് ഇതാണ് നോക്കി ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ് എന്നുള്ളത് CPIM നേതൃത്വം തിരിച്ചറിയുന്നു. ശരി. അവസാനമായി ശ്രീ സിദ്ദിഖ്, ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ്. കേരളത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധത്തിന് ഒരു സ്വഭാവം വരുന്നു. ഡൽഹിയിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അതിനുള്ള മറുപടി അവിടെ കിട്ടും. ഈ രൂപത്തിൽ വിഭജിക്കപ്പെടുകയാണ് ഇന്ത്യ എന്ന് ഒരു പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി വക്താക്കളിലൂടെ സന്ദേശം നൽകുകയാണെങ്കിൽ സദാനന്ദ മാഷയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായി ഇത് ഏത് ഡയറക്ഷനിലും ഡയമെൻഷൻസിലുമാണ് നോക്കിക്കാണുന്നത് എന്ന് വളരെ കൃത്യമായി സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിൽ അധികാരത്തിൻ്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ഉം ഡൽഹിയിൽ അധികാരത്തിൻ്റെ അഹങ്കാരത്തോടു കൂടി അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP-യും ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തന ശൈലി സ്വീകരിക്കുന്ന BJP-യും RSS-ഉം ഇന്ന് ഈ രാജ്യത്തും സംസ്ഥാനത്തുമുള്ള സ്വൈര്യ ജീവിതത്തെയും ജനാധിപത്യ സംവിധാനത്തെയും ആകത്തുക തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ഞാൻ JR പത്മകുമാറിനോട് പറയുന്നു, ആടിനെ പട്ടിയാക്കലും പട്ടിയെ പേപ്പട്ടിയാക്കലും ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയലും ഒരു ആരോഗ്യപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഭൂഷണമല്ല എന്നുള്ളത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് സംവാദാത്മക രാഷ്ട്രീയം സരകാത്മകമായി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വ ബോധമാണ് CPIM-ഉം BJP-യും സ്വീകരിക്കേണ്ടത്. BJP-യും RSS-ഉം ഇവിടെ അക്രമത്തിന്റെ കാര്യം പറഞ്ഞു. പാർട്ടി ഓഫീസിന്റെ അകത്ത് കയറി മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കലല്ല ജനാധിപത്യവും സമീപനവും. ആ സമീപനം ന്യായീകരിക്കുകയാണ് ഇവിടെ സദാനന്ദ മാഷ് ചെയ്തത്. അത് മര്യാദകേടാണ്, നീതികേടാണ്, അധാർമികമാണ്, തമ്മാടിത്തമാണ്. ശരി, പവൻ കൗളും ഉപേന്ദ്രകുമാറും കരുക്കളാണ്, കൊണ്ടും കൊടുത്തും മുന്നേറുന്നവരാണ്. ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.